ഹായ് ഓൾ. 2015 റസാസി ഹവാസ് എന്ന പെർഫ്യൂം മാർക്കറ്റിലൂടെ റിലീസ് ചെയ്തത്. അത് ഈ ഒരു പെർഫ്യൂം കമ്മ്യൂണിറ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ഹൈപ്പ് ചില്ലറയൊന്നുമല്ല. നല്ല അടിപൊളി പെർഫോമൻസും അത്യാവശ്യം രസമുള്ള നല്ല പ്ലേഫുൾ ആയിട്ടുള്ള കോംപ്ലിമെന്റ് ഗെറ്റർ ആയിട്ടുള്ള ഒരു സെൻ പ്രൊഫൈലായിരുന്നു ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. പക്ഷേ ഇന്ത്യയിൽ ഒരു 3000, 4000 അല്ല 5000 രൂപയുടെ ഒക്കെ റേഞ്ചിലായിരുന്നു അത് സെല്ലായിക്കൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് വരെ ഏകദേശം 7-8 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഹവാസ് ഇറങ്ങിയതിനു ശേഷമാണ് അവർ ഫസ്റ്റ് ഫ്ലാങ്കർ റിലീസ് ചെയ്തത്, ഹവാസ് ഐസ് എന്ന പേരിൽ 2023. പക്ഷെ അതിന് ഹവാസിന്റെ അത്ര തന്നെ ഒരു പോപ്പുലാരിറ്റി ഒന്നും കിട്ടില്ലെങ്കിൽ കൂടെ അത്യാവശ്യം ഫേമസ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു ഒറ്റ വർഷം കൊണ്ട് അവർ 4 ഫ്ലാങ്കറാണ് പുതിയതായിട്ട് റിലീസ് ചെയ്തത്. ഹവാസ് ബ്ലാക്ക്, എലിക്സർ, ഫയർ, പിന്നെ പിങ്ക് എന്ന് പറഞ്ഞ ഒന്ന് വന്നിട്ടുണ്ട്. അവരുടെ സൈറ്റിൽ അതിന്റെ ഇമേജ് ഇട്ടായിരുന്നു, റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു പെർഫ്യൂം കൂടെ ഇറങ്ങുമെന്ന് വിചാരിക്കാം. അപ്പോൾ ചറ പറ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ജഗതി പറയും പോലെ പിഷ്കിയാം എന്ന് പറയും പോലെയാണ് അവർ ഫ്ലാങ്കേഴ്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. റസാസിയുടെ ഉള്ളിൽ എന്തോ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രൈസിങ് ഒക്കെ ഭയങ്കര വാരിയിങ് ആണ്. ചിലയിടത്ത് 6000 കാണാം, ചിലയിടത്ത് 3000 കാണാം. പക്ഷെ അത് എന്തോ ഇന്റേണൽ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പെർഫ്യൂം ഗ്യാൻ എന്ന വെബ്സൈറ്റിൽ അല്ല പുള്ളിയുടെ പേജിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടായിരുന്ന വീഡിയോ. പക്ഷെ എനിക്ക് ഹിന്ദി അധികം അറിയാത്തതുകൊണ്ട് മുഴുവനായിട്ട് മനസ്സിലായില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് ഹവാസ് ബ്ലാക്കിനെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫറാഗ്. ഹായ് ഓൾ, ഞാൻ സുഫിയാൻ. അപ്പോൾ ഹവാസ് ബ്ലാക്കിലേക്ക് വരുമ്പോൾ എനിക്കിതിനെ ഒരു കാലം തെറ്റി ഇറങ്ങിയ റിലീസ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കാരണം ഈ ഒരു നിഷാനെ ഹസിവാത്ത് അല്ലെങ്കിൽ ഹച്ചിവാത്ത് അല്ലെ ക്രീഡ് അവൻഡസ് ആ ഒരു DNA പെട്ട ഇഷ്ടം പോലെ പെർഫ്യൂംസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂംസും ഉണ്ട്. അഫ്നാന്റെ സുപ്രീമസി നോട്ട് ഓൺലി ഇന്റൻസ് അതിൻ്റെ ഒരു കളക്ടേഴ്സ് എഡിഷനൊക്കെ ഈ അടുത്ത് റിലീസ് ആയിട്ടുണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന പെർഫ്യൂമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു സെഗ്മെന്റിലേക്കാണ് ഈ ഒരു പെർഫ്യൂം റിലീസ് ആവുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ, എത്രത്തോളം തന്നെ ബെറ്റർ ആണെന്നൊക്കെ നമുക്ക് ഇതിൽ സംസാരിക്കാം. എന്നിരുന്നാലും ആദ്യം ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിഷാനെ ഹസിബാത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫ്രൂട്ടി, ആ ഒരു പൈനാപ്പിളിൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലുള്ള, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഓക്മോസ് എന്ന നോട്ട് ടേക്ക് ഓവർ ചെയ്യുന്നൊരു പെർഫ്യൂമാണ്. പക്ഷേ അത് കുറേ ലെയേഴ്സ് ഉണ്ട്, ഭയങ്കര രസമുള്ള പെർഫ്യൂമാണ്. ഞാൻ ഈ അടുത്തൊരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ബാച്ച് ഉണ്ട്, ഒരു വുഡൻ ബോക്സ് ഒക്കെ ഉള്ള, അതൊക്കെ ട്രൈ ചെയ്തായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ അതുപോലെ ആണോ ഈ ഒരു പെർഫ്യൂം? ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു പൈനാപ്പിൾ ഫോർവേഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഫ്രൂട്ടി നുവാൻസസ് ഒക്കെ ഉള്ള സെൻ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് അങ്ങനെ അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത് ചുമ്മാ എടുത്ത് മണപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ ആംബ്രോക്സിൻ്റെ പ്രസൻസും ഓക്മോസിൻ്റെ പ്രസൻസും ഒക്കെ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ സത്യം പറഞ്ഞാൽ ആ ഫ്രൂട്ടി ഫീല് നമുക്ക് തരും. നോട്ട്സിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൈനാപ്പിളിൻ്റെ പോലെയുള്ള ഒരു ഫീല് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ സത്യം പറഞ്ഞാൽ അത്രയും തന്നെ ഫ്രൂട്ടിനെസ്സോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ബഗമോ ഉണ്ട്, ലെമൺ ഉണ്ട്, പക്ഷെ ഒരു പറയത്തക്ക പൈനാപ്പിൾ അല്ലെങ്കിൽ ബ്ലാക്ക് കറന്റ് നോട്ടുകളൊന്നും തന്നെ ഈ പെർഫ്യൂമിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സ്പ്രേ ചെയ്ത ഉടനെ ഭയങ്കര നല്ല തിക്കായിട്ടുള്ള ഒരു ബ്രൗൺ കളറിലുള്ള സെൻ്റ്, ഐ മീൻ എന്താണ് ലിക്വിഡാണ് ഉള്ളിലിരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ മേലെ കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്, പ്രസൻറ്റേഷനും കാര്യമൊക്കെ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അത്യാവശ്യം സവർനെസ് ഒക്കെ ഉള്ളൊരു ബർഗമോട്ടിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലെമണിൻ്റെ ഫീൽ ഉണ്ട്. പക്ഷേ ആംബ്രോക്സിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഡിഫ്യൂസ് ആവുന്നുണ്ട്. ഞാൻ ഒരു 2 സ്പ്രേ അടിച്ചിട്ട് റൂമിൽ ചുമ്മാ തൂക്കിയിട്ട് ഷർട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റോളം ഈ ഒരു ഏരിയയിൽ ഇതിൻ്റെ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ട്, റൂമിൽ മാത്രമല്ല പുറത്തേക്കും ഇതിൻ്റെ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഭയങ്കരമായിട്ട് തുടക്കത്തിലെ കുറച്ച് സമയം നല്ല പവർഫുൾ ആയിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ റൂമൊക്കെ ഫില്ല് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംബ്രോക്സാൻ ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഡിഫ്യൂസ് ആവുന്നുണ്ട്. ആംബ്രോക്സാൻ്റെ പ്രസൻസ് പിറകിൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഇതിലേക്ക് ഈ ഒരു ഓക്മോസിൻ്റെ സെൻറ്റ് കയറി വന്നു തുടങ്ങും. നമുക്ക് ഇമ്മീഡിയറ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. സ്പ്രേ ചെയ്തൊരു 5 അല്ല ഒരു 30-40 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് ഉടനെ തന്നെ എന്ന് വേണമെങ്കിലും പറയാം, ഈ ഒരു ഓക്മോസിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓക്മോസിൻ്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മറ്റേ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു വീണ് കിടക്കുന്ന തടി ആലോചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊരു പൂപ്പലുള്ള സാധനമുണ്ട്. അതിന് ഒരു ഡ്രൈ ക്വാളിറ്റി ഉണ്ട്, ചെറിയൊരു പൗഡറി ടച്ച് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരു വുഡി ക്യാരക്ടർ ഉണ്ട്, ചെറിയൊരു സ്മോക്കി നുവാൻസസ് ഉണ്ട്, പിന്നെ ചെറുതായിട്ടൊരു വെറ്റ്, ഒരു എർത്തി ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സെൻ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരു നടക്കുന്ന തടീൻ്റെ മേലെ ഇങ്ങനെ പൊടിയുന്ന സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്.
അതുപോലുള്ളൊരു സെൻ്റാണ് ഓക്മോസ് എന്ന് വരുന്നത്. ആ ഒരു സാധനമാണ് ഇതിൽ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ പച്ചുള്ളിയുടെ സ്മെല്ലും ഉണ്ട്. നിങ്ങളൊരു പൈനാപ്പിൾ, ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്രൂട്ടി ഫോർവേഡ് ഫ്രാഗ്രൻസ് ആണ്, പൈനാപ്പിളിൻ്റെ സ്മെല്ല് കൂടുതലുള്ള ഒരു പെർഫ്യൂമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് വിചാരിച്ചാണ് നിങ്ങൾ ഹവാസ് ബ്ലാക്ക് എടുക്കാൻ പോകുന്നതെങ്കിൽ ഒരിക്കലും എടുക്കരുത്. അതിന് പകരം നിങ്ങൾക്ക് അഫ്നാൻ്റെ 9 PM റിബലോ അല്ലെങ്കിൽ അഫ്നാൻ്റെ തന്നെ സുപ്രീമസി നോട്ട് ഓൺലി ഇൻഡൻസോ ഒക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഓക്മോസ് കുറച്ചുകൂടെ മെച്ചറായിട്ടുള്ള ഇങ്ങനത്തെ വുഡി, സ്മോക്കി, എർത്തി അങ്ങനത്തെ ക്യാരക്ടറൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു DNA ഉള്ളൊരു പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ് ഹവാസ് ബ്ലാക്ക്. അപ്പോൾ ഓപ്പണിങ്ങിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് ഉടൻ തന്നെ ഈ ഒരു ബെർഗമോട്ടിൻ്റെ ലെമണിൻ്റെ ഒക്കെ ഫീല് ഇതൊന്ന് വരുന്നുണ്ടെങ്കിലും ഈ ഭയങ്കര ജിങ്ങി ആയിട്ടുള്ള എന്താ പറയുക, ഭയങ്കര സവർ സിട്രസ് നോട്ട്സ് ഒന്നുമല്ല. ഈ ഒരു ആംബ്രോക്സിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട്, ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഡിഫ്യൂസ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പച്ചുള്ളി പിന്നെ നമ്മുടെ ഓക്മോസിൻ്റെ സ്മെല്ല് കയറി വന്നിട്ട് അതിനെ പയ്യെ കവർ ചെയ്ത് കളയുന്നുണ്ട്. എന്നാലും കുറച്ചധികം സമയത്തേക്ക് ഇതൊരു ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സിട്രസ് അല്ലെങ്കിൽ ഭയങ്കര പൈനാപ്പിൾ അങ്ങനത്തെ സ്മെല്ലൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഭയങ്കര സ്വീറ്റ് ഒന്നുമല്ല. കുറച്ചുകൂടെ മെച്ചുറായിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ് പ്രൊഫൈൽ പ്രിഫർ ചെയ്യുന്നത്. എനിക്കൊന്നുകൂടെ ഇതിന് സാമ്യം തോന്നിയ ക്ലബ് ദി ന്യൂ ഇൻഡൻസ് മാൻ ലിമിറ്റഡ് എഡിഷൻ ഉണ്ട്. അതിലും ഏകദേശം ഇതുപോലുള്ളൊരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി പെർഫോമൻസിൻ്റെ ഒക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തുടക്കം 45 to 50 minutes അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 1 hourൻ്റെ ഉള്ളിൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഷർട്ടും മേലെ ചുമ്മാ സ്പ്രേ ചെയ്തിട്ട് നല്ല വെയിലത്ത് ചുമ്മാ പുറത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു 1-2 മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന സമയം ആദ്യത്തെ ഒരു അവറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടായി. ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇങ്ങനെ സ്മെല്ല് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വേറെ ഇത് പുറത്തൊക്കെ പോയി നല്ല വെയിലത്തൊക്കെ പുറത്തൊക്കെ കറങ്ങിയൊക്കെ വന്നപ്പോഴും ആദ്യത്തെ ഒരു 1 to 2 hours എനിക്ക് ഇത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യാൻ പറ്റി. അതും ഫസ്റ്റ് അവറിന് ശേഷം കുറച്ചുകൂടെ മൈൽഡാണ്, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് സെൻറ്റ് ഇങ്ങനെ നമ്മളെ കൂടെ വരുന്നുണ്ട്, ചെറിയൊരു സെൻട്രയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ബീസ്റ്റ് മോഡൊന്നും വിളിക്കാൻ പറ്റിയ സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഒരു ആദ്യത്തെ ഒരു 3-4 മണിക്കൂറൊക്കെ റിലൻലെസ് ആയിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് എല്ലാവരുടെയും മൂക്കിൽ ഇങ്ങനെ എത്തുന്ന തരത്തിലുള്ള ഒരു സെൻ പ്രൊഫൈൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിലും നിങ്ങൾ നോസ് ബ്ലൈൻഡ് ആയി പോകാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പം സ്പ്രേ ഒക്കെ അടിച്ച് 10-20 സ്പ്രേ ഒക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞ് പുറത്ത് വന്ന് അയമ ഇടുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ കുറേ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു DNA കൂടെയാണ്. ആംബ്രോക്സിൻ്റെ പ്രസൻസ് ഭയങ്കര ഹെവി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നോസ് ബ്ലൈൻഡ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇതിലുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ എനിക്ക് അത്യാവശ്യം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള വാം ക്ലൈമറ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു 6+ hours ക്ലോത്ത്സിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൽ എന്നാലും ഒരു 4 to 5 hours എന്തായാലും നിന്നിട്ടുണ്ട്. പിന്നെ ഇൻഡോറൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും ഓഫീസിലൊക്കെ വേറെ ചെയ്ത സമയത്ത് എന്തായാലും AC-യിലാണെങ്കിൽ കുഴപ്പമില്ല, ചുമ്മാ അങ്ങനെ നിന്നോളും ക്ലോത്ത്സിലൊക്കെ. അപ്പോൾ പെർഫോമൻസ് പറയുമ്പോൾ ബീസ്റ്റ് മോഡ് അല്ലെങ്കിലും നിങ്ങൾക്ക് എവറിഡേ സെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഇത് എപ്പോഴും തരുന്നുണ്ട്. പുതിയ ബോട്ടിലാണ്, ചിലപ്പോൾ ഒന്നുകൂടി ഇരിക്കുമ്പോൾ ഒന്ന് സെറ്റായി വരാൻ മതി. പക്ഷേ നിങ്ങൾ പ്രൊജക്ഷനിൽ ഒരു ഹെവി സാധനമാണെന്ന് വിചാരിക്കുന്നതെങ്കിൽ ആദ്യത്തെ 1 hour നിങ്ങൾ വിചാരിച്ച ആ ഒരു പ്രൊജക്ഷൻ കിട്ടും. അത് ഞാൻ ഒരു 10 സ്പ്രേ അടിക്കാറുണ്ട്. പിന്നെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു സെൻട്രയിൽ നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഒരു സെൻട്രയിൽ നമ്മുടെ പിറകെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ടെന്നേ ഞാൻ പറയും. നിങ്ങൾ എന്താ പറയുക, അഹ്മദ് അൽ മഗ്രിബിയുടെ മർജൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത സമയത്ത് നൈറ്റ് ടൈമൊക്കെ ഞാൻ വെയർ ചെയ്യുമ്പോൾ അത് സത്യം പറഞ്ഞാൽ റിലൻലെസ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുമായിരുന്നു. ഒരു 2-3 hour അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലൊക്കെ സ്മെല്ലുണ്ടായിരുന്നു. അതും അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷനൊന്നും അല്ല എനിക്ക് ഇതൊന്നും കിട്ടുന്നത്. എന്നാലും കുഴപ്പമില്ല, പെർഫോമൻസിൽ ഭയങ്കര ബാഡൊന്നും ഞാൻ പറയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റസാസിയുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് കാരണം കുറേ പ്രശ്നമുണ്ട്. അവരെനിക്ക് തോന്നുന്നു പലയിടത്തും പലതരത്തിലാണ് സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണം ഹവാസ് ഐസ് അവർ ആമസോണിൽ സൗദിയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ, അവിടെ ഇവിടെ നമ്മുടെ നാട്ടിലെ 2600 രൂപ പ്രൈസ് റേഞ്ചിൽ 100 ml അവർ തന്നെ റസാസി തന്നെ വിൽക്കുന്നതാണ്, ആ ഒരു പ്രൈസിന് വിറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കുറഞ്ഞ പ്രൈസിന് ഹവാസ് ഫയറൊക്കെ എപ്പോഴും ബെൽവിഷൊക്കെ ഒന്നാമത് അത്യാവശ്യം പ്രൈസ് കൂട്ടി വിൽക്കുന്ന സ്ഥലമാണ്, അവിടെ തന്നെ 3700 രൂപയ്ക്ക് ഉള്ളൂ. ഹവാസ് വിറ്റുപോയ പ്രൈസ് നിങ്ങൾക്ക് അറിയാം 4000, ഞാൻ 4400 രൂപ അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ പ്രൈസിനാണ് ഇപ്പോൾ എല്ലാം വരുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചത് 3800 3900 ആ റേഞ്ചിൽ എന്തോ ആയിരുന്നു. ഇത് ഗ്രേ മാർക്കറ്റിലുള്ള ഒരു സെല്ലറുടെ അടുത്ത് ഒരു വെബ്സൈറ്റ് ഉണ്ട്, സെൻറ്റോറിയ എന്ന് പറഞ്ഞിട്ട്, അവിടെ ബൾക്കായിട്ട് ഇത് വന്ന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വന്ന് ഒരു ക്രിസ്മസ് സമയത്ത് എന്തോ ഓഫറും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അത് നോക്കി ഒരുമിച്ച് അങ്ങ് എടുത്താണ്.
അപ്പോൾ ആ ഒരു പ്രൈസിൽ ഈ ഒരു പെർഫ്യൂംസ് ഒക്കെ വരുന്നുള്ളൂ. നിങ്ങളത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ക്ലബ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അഫ്നാൻ്റെ സുപ്രീമസി നോട്ട് ഓൺലി ഇൻറ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എടുക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുകൂടെ പൈനാപ്പിൾ ഫോർവേഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ് വിചാരിക്കുന്നതെങ്കിൽ സുപ്രീമസി എടുക്കുക. കുറച്ചുകൂടെ ഒരു മെച്ചുവർ ആയിട്ടുള്ള ഇത്തിരിയൂടെ ഈ ഒരു ഓക്മോസ് ഹെവി ഗുഡി ക്യാരക്ടറൊക്കെ ഉള്ള സെൻറ്റാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹവാസ് ബ്ലാക്ക് എടുക്കാം. പിന്നെ ഒരിക്കലും ഇനി സമ്മറൊക്കെയാണ് വരാൻ പോകുന്നത്. സമ്മർ ഏകദേശം ഇവിടെ എത്തി. നല്ല ചൂടുള്ള സമയത്ത് ഞാൻ പുറത്തേക്ക് വെയർ ചെയ്തിട്ടില്ല. ഞാൻ സ്വെറ്റ് ചെയ്ത് അപാരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന കണ്ടീഷനിലൊന്നും ഞാൻ വെയർ ചെയ്തിട്ടില്ല. നിങ്ങളൊരു ഫീൽഡ് വർക്കിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതെങ്ങനെ ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ എന്തായാലും സമ്മറിലേക്കുള്ള സമ്മർ ടൈം വീഡിയോ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാ പെർഫ്യൂമിനെയും ഒരു 5-10 ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ സംസാരിക്കാം എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതൊരു എബോ ആവറേജ് പെർഫോമറാണ്, ബീസ്റ്റ് മോഡല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എല്ലായിടത്തും നിങ്ങൾക്ക് ഏത് വെതറിലും എവിടേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. അത്യാവശ്യം വേഴ്സറ്റൈലാണ്. എന്നാലും ഞാൻ പറയുന്ന ഒരു 25+ ഉള്ള ഏജുള്ള ആൾക്കാരായിരിക്കും ഇതൊന്നുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കോളേജിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ബാക്കിയുള്ള പെർഫ്യൂംസ് സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഹവാസ് ബ്ലാക്കിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും